ഹായ്, ഇന്ന് എൻ്റെ മാമാട്ടിക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. പ്രീ സ്കൂളിൽ പോവാണ് മാമാട്ടിക്കുട്ടി. അപ്പോൾ അച്ഛൻ്റെ അച്ഛമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് മാമാട്ടിക്കുട്ടി സ്കൂളിലോട്ട് പോവാണ്. ടാറ്റാ. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങ്. അങ്ങനെ ഞങ്ങൾ 10:30 ആയപ്പോഴാണ് ഇവരുടെ വെൽക്കം ഡേ കേട്ടോ. അപ്പം ഇന്ന് ക്ലാസ് ഒന്നും കാണില്ല. 10:30 ആകുമ്പോൾ സ്കൂളിൽ ചെല്ലണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം 10:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ചെല്ലാറായിരുന്നു കേട്ടോ. അപ്പം മമ്മട്ടിക്കുട്ടി ഹാപ്പി ആയിട്ട് പോയി. ഞാൻ പറയുന്നുണ്ടായിരിക്കും മമ്മട്ടി സ്കൂളിൽ പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ വഴക്കുണ്ടാക്കുമെന്നൊന്നും. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ സ്കൂളിലെത്തി. അവിടെ പരിപാടിയൊക്കെ തുടങ്ങാറായി. ഞങ്ങൾ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു മേളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതെന്ന്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോയി. നമ്മൾ ചെന്നപ്പോഴത്തേനും ഓൾറെഡി പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം കുട്ടികളെ വെൽക്കം ചെയ്യാനെ കൊണ്ട് ഇവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ബൊമ്മയൊക്കെ കെട്ടിയേ. അപ്പം കുട്ടികളുടെ പരേഡൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ടായിരുന്നു. മാട്ടി അവർക്ക് കൈയൊക്കെ കൊടുത്തിട്ടാണ് കയറിയത്. അപ്പോൾ ഹാളിൽ ചെന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പോയിരിക്കും. മമ്മി പറഞ്ഞ് അവിടെ ഇരിക്കും, സൈഡിലിരിക്കുന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ കുറച്ച് നേരം പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. കുട്ടികളുടെ ഡാൻസും പാട്ടും സ്പീച്ചും ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ വിശിഷ്ട അതിഥിയായിട്ട് വന്ന് നമ്മുടെ രാജു അബ്രഹാം ആയിരുന്നേ. അപ്പം പുള്ളിക്കാരനുണ്ടായിരുന്നു. പിന്നെ ഫാദർ, അവിടുത്തെ ഫാദർ മാനേജർ, അവരെ എല്ലാവരും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രീ സ്കൂളിലോട്ട് പോയത് കേട്ടോ. അപ്പം മാമാട്ടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. ഡാൻസൊക്കെ കണ്ട് കൈ കൊട്ടുകയും ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരുന്നത്. മിഷൂട്ടി ഉണ്ട്. മിഷൂട്ടിയും മമ്മിയും കൂടെ ബാക്കി നിൽക്കുമായിരുന്നു. മിഷൂട്ടി ഇരിക്കാനേ സമ്മതിക്കത്തില്ല. മിഷൂട്ടിക്ക് അവിടെ എല്ലാം ഓടി നടന്ന് കാണണം. അപ്പോൾ ഇതൊക്കെ കണ്ട് മിഷൂട്ടി അങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുമായിരുന്നു. മിഷൂട്ടി വഴക്കൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് പക്ഷെ നടക്കണം, ഓടിച്ചാടി നടക്കണം. അങ്ങനെ കുട്ടികൾ പ്രെയറൊക്കെ ചൊല്ലി അങ്ങനെ ഒക്കെ ആയിരുന്നു പ്രോഗ്രാംസൊക്കെ. ഞാൻ മാമാട്ടിക്കുട്ടി പറഞ്ഞു കൊടുക്കും, മാമാട്ടിക്കുട്ടിയുടെ സ്കൂൾ ഇതാന്നൊക്കെ പറഞ്ഞു. മാമാട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോന്നൊക്കെ മാമാട്ടിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ. അവളും അതുപോലെ നിന്നു. പിന്നെ അവിടെ നിന്ന് ജ്യൂസും ഒക്കെ കേക്കും ഒക്കെ തന്നു അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടികളെ നമ്മൾ അവിടുത്തെ ബസ്സിൽ കയറ്റിയിട്ട് പ്രീ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ ഇറക്കും, രക്ഷിതാക്കളെയും കുട്ടികളെയും. എന്നിട്ടാണ് അകത്തോട്ട് കയറ്റി അവിടെ നമുക്കൊരു ഡയറി, അതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ തരും. എന്നിട്ടാണ് നമുക്ക് വീട്ടിലോട്ട് ഇങ്ങനെ പോരും കേട്ടോ. അപ്പം റെഗുലർ ക്ലാസ് നെക്സ്റ്റ് ഡേ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഫാദറിൻ്റെ ഒക്കെ സ്പീച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ രാജീവ് ഫ്രാവിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. മാമാട്ടി കുട്ടി വഴക്കൊന്നും ഇല്ലാതിരിക്കുമായിരുന്നേ. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മാമാട്ടിയുടെ ക്ലാസ് ടീച്ചറും പേര് റിറ്റിനാണ്. റിറ്റി ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടാണ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ക്ലാസ്സിലോട്ട് പോയത്. അങ്ങനെ മാമാട്ടിക്കുട്ടി ഇങ്ങനെ ഓടി നടന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പരിപാടിക്ക് കേട്ടോ. ഇത്രയും പേരുണ്ടാകുന്ന ഞാൻ വിചാരിച്ചില്ല. LKG കുട്ടികളും ഉണ്ടായിരുന്നു. അവരെയും കൂടെ വെൽക്കം ഡേ ആയിരുന്നു. അപ്പം അവരുടെ പേരൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സ്കൂളിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവിടുത്തെ ഫാദറും ഒക്കെ. പിന്നെ രാജു അബ്രഹാം നമ്മുടെ പഴയ MLA ആണ്. അദ്ദേഹമായിരുന്നു വിശിഷ്ട അതിഥിയായിട്ട്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുട്ടികളുടെയൊക്കെ പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നു. മാമാട്ടിക്ക് വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മാമാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുള്ളിടത്തുമൊക്കെ പോകുന്നത്, കളിക്കാനും അവരോട് ഓടി നടക്കാനും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് അയാളെ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറേ നേരം ഏകദേശം 1.5 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നു ഒരു ഹാളിൽ പ്രോഗ്രാംസൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ജസ്റ്റ് അവരെ ക്ലാസ്സിലോട്ട് കൊണ്ടുപോകും. ക്ലാസ് അങ്ങ് മുകളിലാണ്, കുറച്ചങ്ങോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനെ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ സ്കൂൾ ബസ്സിന് കയറ്റി നമ്മളവിടെ കൊണ്ടുപോയി ഇറക്കുന്നേ. പിന്നെ അങ്ങനെ അങ്ങനത്തെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്തു എല്ലാവരും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മാമാട്ടിക്കുട്ടിയുടെ ക്ലാസ്സിലോട്ട് പോയത്. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാമാട്ടിക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. അവിടെ കയറി ഇരിക്കുകയൊക്കെ ചെയ്തേ. എല്ലാം നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ മാമാട്ടിക്കുട്ടി പറഞ്ഞു, മാമാട്ടിക്കുട്ടി ഫ്രണ്ട്സാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവൾ കേട്ടോ. പിള്ളേരൊന്നും അന്നേരം ഒരു വഴക്കൊന്നും ഇല്ലായിരുന്നു. പേരൻസ് എല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് നമുക്കൊരു ഡയറിയും ID കാർഡും ഒക്കെ തരുവേ. അപ്പോൾ അതൊക്കെ നമ്മൾ പേര് വിളിക്കുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കണം. അപ്പോൾ മാമ്മൂട്ടിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും, മാമ്മൂട്ടിക്കുട്ടി എന്താ വിളിക്കാത്തത്. ഇങ്ങനെ അവളിങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ മാമ്മൂട്ടിക്കുട്ടിയെ വിളിച്ചു.
മാമാട്ടിക്കുട്ടിയെ കൊണ്ട് ഞാനിങ്ങനെ പോയേ. മഹിക മജു എന്ന് വിളിച്ചപ്പം അവൾ ഓടി ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പം ടീച്ചർ കുട്ടികൾക്ക് ഇങ്ങനെ സ്വീറ്റ്സ് കൊടുക്കും. പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറയാൻ, അപ്പോൾ അവൾ താങ്ക് യു എന്നൊക്കെ പറയും, പക്ഷെ അന്നേരം പറഞ്ഞില്ല. അതൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു എന്താണെന്നൊക്കെ. അങ്ങനെ ഡയറിയും ഞാൻ പറഞ്ഞില്ലേ ഡയറി ID കാർഡും ഒക്കെ എൻ്റെ തന്നു. പിന്നെ 2 ഫോം ഉണ്ടായിരുന്നു, അതും ഫില്ലപ്പ് ചെയ്ത് നമ്മളവിടെ നെക്സ്റ്റ് ഡേ വരുമ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം മാമാട്ടിക്കുട്ടി ബസ്സിന് വിടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം 2-3 ദിവസം നമ്മൾ കൊണ്ടുവിട്ട് ബസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ടല്ലോ, സ്കൂൾ ബസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാർഡും തന്നു, അതും ഫില്ലപ്പ് ചെയ്ത് നമ്മളവിടെ കൊടുക്കണേ. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ പോന്നു. താഴെ ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു, ഫ്രെയിമിൻ്റെ അടുത്ത് പോയി മാമാട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. അപ്പം മാമാട്ടിക്കുട്ടിയുടെ സ്കൂൾ ഇതാണ്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.